വളരെ ആകസ്മികമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി വിഴിഞ്ഞത്ത് നമുക്ക് സംഘടിപ്പിക്കേണ്ടി വന്നത്. വിഴിഞ്ഞം സീപോർട്ട് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മുമ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തുറമുഖമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം ആരംഭിച്ച് വളരെ ചുരുക്കം മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു തുറമുഖമായിട്ടാണ് വിഴിഞ്ഞത്തിനുള്ള പരിഗണന നമുക്ക് കാണാൻ സാധിച്ചത്. ലോകത്തെമ്പാടുമുള്ള തുറമുഖങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ തുറമുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്ത് കപ്പലുകൾക്ക് എത്താൻ സാധിക്കുന്ന തുറമുഖങ്ങളുടെ പട്ടികയിൽ ലോകത്ത് തന്നെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. കപ്പൽ പാത എന്ന് പറയുന്നത് ലോകത്തെമ്പാടും കടലുകളെ പറ്റി മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും അറിയാം. ആയിരക്കണക്കിന് കപ്പലുകളാണ് കടലുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളുടെ പരമ്പരാഗതമായ പാത നമ്മൾ ആനത്താര എന്നൊക്കെ പറയുന്നത് പോലെ കപ്പൽ പാത ലോകത്ത് മുഴുവൻ അടയാളപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് കടന്നു വരാൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം കപ്പൽ പാതയിൽ നിന്ന് നമ്മുടെ തുറമുഖത്തേക്ക് വരാൻ കഴിയുന്ന ലോകത്തെ തന്നെ ശ്രദ്ധേയമായ ഒരു തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. വളരെ പ്രത്യേകതയുള്ള ഒരു മറ്റൊരു കാര്യം, ലോകത്ത് ഏത് തുറമുഖമായാലും ഇപ്പം കൊച്ചി ഉൾപ്പെടെ നമ്മുടെ തൊട്ടടുത്തുള്ളത് അതാണല്ലോ കേരളത്തുമായി ബന്ധപ്പെട്ടത്. അവിടെ ഓരോ ഘട്ടത്തിലും മണൽ വന്ന് വീണ് ചളി വീണ് എല്ലാ വർഷവും വർഷാവർഷം ആഴം കൂട്ടിക്കൊണ്ടേയിരിക്കണം ഡ്രിഡ്ജ് ചെയ്തിട്ട്. ഈ വിഴിഞ്ഞം പോലെ ഇത്ര മഹത്തരമായ പ്രകൃതിദത്തമായ ഈ ആഴം ഏത് കപ്പലിലും കടന്നു വരാൻ സാധിക്കുന്ന അതിൻ്റെ കടലിൻ്റെ ആഴം അത് അതേപോലെ തന്നെ നിലനിർത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ആഴമുള്ള കടലുകളിൽ തന്നെ അല്ലെങ്കിൽ ഈ പോർട്ടിൽ തന്നെ കപ്പലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിൻ്റെ ഒപ്പം തന്നെ വന്ന് ചേരുന്ന അടിയുന്ന മണ്ണും പൂഴിയുമെല്ലാം ചേർന്ന് അത് വലിയ രീതിയിൽ നേണ് വരും, മൂടി വരും. വിഴിഞ്ഞത്തിനതില്ല. ഇത് ലോകത്തിന്റെ മുമ്പിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ തുറമുഖത്തെ സംബന്ധിച്ച് ഇതിന്റെ ആഴം സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള രേഖ ഒരു ഘട്ടത്തിൽ സഖാവ് നായനാരുടെ ഗവൺമെന്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആലോചന തുടങ്ങിയത്. അതിന്റെ തുടർച്ചയിൽ നിന്നാണ് ഇങ്ങനെ ഈ പ്രകൃതിദത്തമായിട്ടുള്ള ശേഷി കൂടി ഉപയോഗിച്ച് ലോക നിലവാരമുള്ള ഒരു തുറമുഖം സൃഷ്ടിക്കാൻ കേരളത്തിന് സാധ്യതയുണ്ട് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുകയും VS-ന്റെ ഗവൺമെന്റ് അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് കൃത്യമായ പഠനം നടത്തി ലോക നിലവാരമുള്ള
ഒരു സീപോർട്ട്, ഒരു തുറമുഖം എങ്ങനെ നമുക്ക് സൃഷ്ടിക്കാനാകുമെന്ന ചർച്ചയുടെ തുടർച്ചയിൽ നിന്ന് VS-ന്റെ ഗവൺമെന്റ് മാറി. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നത്. ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ പൊതുമേഖലയിലോ കൺസോർഷ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടോ നമുക്ക് നടത്താൻ സാധിക്കുമായിരുന്ന ലോകോത്തരമായി ഈ സമ്പത്ത് അദാനിയുമായിട്ട് കരാറിൽ ഒപ്പിട്ട് അതിന്റെ ആദായം മുഴുവൻ 2035 വരെ പൂർണ്ണമായിട്ടും അദാനിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന കരാറിൽ ഒപ്പുവെച്ചത് ഞങ്ങളന്ന് അതിശക്തിയായിട്ട് പ്രതിഷേധിച്ചതാണ്. എത്ര വർഷം നിങ്ങൾ കണക്ക് കൂട്ടി നോക്ക്. ഓപ്പറേറ്റ് ചെയ്ത് 2 കൊല്ലമാകുമ്പോഴേക്ക് തന്നെ ലോകോത്തരമായ നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിനെ സ്വീകരിക്കാനുള്ള ശേഷി നമ്മൾ നേടിയല്ലോ. അതിന്റെ ആദായം മുഴുവൻ പൂർണ്ണമായിട്ടും അദാനിക്കാണ്. എത്ര വർഷം വരെ? 2035 വരെ. ഒരു പൈസയും നമുക്കില്ല. ഇതാണ് കരാർ. അത് അദാനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് എന്ന് അന്നും ഞങ്ങൾ പറഞ്ഞാണ്, ഇന്നും പറഞ്ഞാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറൊക്കെ ഉണ്ടാക്കി അദാനിയുമായി ചേർന്നുകൊണ്ട് ഗവൺമെന്റ് ഉടമയിൽ തന്നെ നിലനിർത്തുന്ന ഒരു തുറമുഖം എന്ന രീതിയിൽ വിഴിഞ്ഞം തുറമുഖത്തെ നമ്മൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഉടമസ്ഥാവകാശം ഗവൺമെന്റിന് തന്നെയാണ്. 2035 ശേഷം മാത്രമേ നമുക്കതിന്റെ ആദായ വിഹിതം കിട്ടുള്ളൂ. അതും ശരിയാണ്. എന്നാൽ ഇത് വികസിക്കുന്നത് കേരളത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇതിന്റെ അനുബന്ധമായി തിരുവനന്തപുരം മാത്രമല്ല, തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള നമ്മുടെ സമീപ ജില്ല ഉൾപ്പെടെ ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള നിരവധി മേഖലയിൽ സ്വതന്ത്രമായ വളർച്ചയ്ക്ക് ഈ വിഴിഞ്ഞം തുറമുഖം ഭാവി കേരളത്തിന്റെ, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും കൊല്ലത്തിന്റെയും പൊതുവായ വളർച്ചയിൽ നാഴികക്കല്ലായി പ്രവർത്തിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനസ്സിലാക്കിയിട്ടാണ് ഏതാണ്ട് ഇതിനകം തന്നെ 6000-ഓളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒന്നും തരാൻ തയ്യാറായില്ല എന്നുള്ള സത്യമാണ്. ആദ്യം സമ്മതിച്ചിരുന്നു, പിന്നീട് കടമായിട്ടാണ് വാങ്ങിയത്. അതേ പലിശ ഉൾപ്പെടെ കൊടുക്കണം. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം എന്ന രീതിയിൽ എല്ലാ പോർട്ടിനും കൊടുത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം നമുക്ക് കേരളത്തിൽ വിഴിഞ്ഞത്ത് ലഭിച്ചില്ല. നമ്മുടെ കിഫ്ബി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി മുന്നോട്ടേക്ക് നയിച്ചത്. കേരള ഗവൺമെന്റ് കിഫ്ബിയോട് തന്നെ കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാട് കടപ്പെട്ടിരിക്കുകയാണ് കിഫ്ബിയോട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 6000-ഓളം കോടി ഉറുപ്പിക നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കി കേരള ഗവൺമെന്റ്.